നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പ്രകൃതി ചികിത്സയുടെ തത്വശാസ്ത്രത്തെക്കുറിച്ച്, അതിന്റെ പിന്നാമ്പുറത്തെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഇന്നലെ നമ്മൾ യാദൃശ്ചികമായിട്ട് പൂർവ്വ പുനഃസ്ഥാപന രീതിയെക്കുറിച്ച്, റോൾ ബാക്ക് മെത്തേഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ ഇക്ബാല് ഒരു ഹെറിങ്സ് ലോയെ കുറിച്ച് പറഞ്ഞത്. അപ്പോ ഹെറിങ്സ് ലോ എന്ന് പറയുന്ന ആ നിയമത്തെ ആധാരമാക്കിയിട്ട് ഇതെങ്ങനെയാണ് പൂർവ്വ പുനഃസ്ഥാപന രീതി എന്നുള്ളത് ഒന്ന് പ്രതിപാദിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് വിട്ടുപോകും. അതുകൊണ്ട് അതൊന്ന് പ്രതിപാദിച്ചു പോകാം എന്ന് കരുതുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഹെറിങ്സ് law shows healing moves top down, inside out, and reverse in reverse symptom order. ഹെറിങ്സിന്റെ ലോ രോഗശമന നിയമം യഥാർത്ഥ ശമനം സംഭവിക്കുന്ന സ്വാഭാവിക ക്രമത്തെ ഹെറിങ്ങിന്റെ രോഗശമന നിയമം വിശദീകരിക്കുന്നു. ഒരു സമഗ്ര വ്യവസ്ഥയായ ശരീരത്തിൽ രോഗമുണ്ടാകുമ്പോൾ അതിന്റെ ശമനം സംഭവിക്കുന്നത് ചില പ്രത്യേക ക്രമങ്ങളിലായിരിക്കും. അതിനാദ്യം മുകളിൽ നിന്നും താഴേക്ക് എന്ന ക്രമത്തിൽ ശിരോഭാഗത്ത് നിന്നും പാദം വരെ ക്രമമായി ശമനം സംഭവിക്കുന്നു. രണ്ടാമതായി അകത്ത് നിന്ന് പുറത്തേക്ക് എന്ന ക്രമത്തിൽ അത്യന്താപേക്ഷിതമായ പ്രധാന അവയവങ്ങളിൽ നിന്ന് പ്രാധാന്യം കുറഞ്ഞ അവയവങ്ങളിലേക്ക് ശമനം നീങ്ങുന്നു. അവസാനമായി രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിന്റെ വിപരീത ക്രമത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന ലക്ഷണങ്ങൾ ആദ്യം അപ്രത്യക്ഷമാവുകയും പഴയതും അടിച്ചമർത്തപ്പെട്ടതുമായ ലക്ഷണങ്ങൾ പിന്നീട് വന്നു പോവുകയും ചെയ്യും. ഇതിനെ പൂർവ്വ പുനഃസ്ഥാപന രീതി എന്ന് വിളിച്ചു പോരുന്നു. ഈ ക്രമം നിലനിർത്തിക്കൊണ്ടുള്ള ശമനം ഒരു സമ്പൂർണവും സ്വാഭാവികവുമായ രോഗമുക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അവസാന വാചകത്തിൽ ഒരു കാര്യമുണ്ട്. ഈ ക്രമം നിലനിർത്തിക്കൊണ്ടുള്ള ശമനം ഒരു സമ്പൂർണവും സ്വാഭാവികവുമായ രോഗമുക്തിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്രമം നിലനിർത്താതെയുള്ള ശമനം സമ്പൂർണമോ സ്വാഭാവികമായുള്ള രോഗമുക്തിയല്ല എന്ന സന്ദേശം ഇത് നൽകുന്നുണ്ട്. അത് ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോ ഹെറിങ്സ് ലോ പറയുന്നത് അദ്ദേഹം ഒരു ഹോമിയോപ്പത്താണ്. ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്യുന്ന ഒരു നിയമമാണ്. അത് പിന്നീട് ഈ നാച്ചുറൽ ക്യൂറിന്റെ മേഖലയിലുള്ള ആളുകളും ഈ നിയമത്തെ റീഡ് ചെയ്യാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ശമനം സംഭവിക്കുന്ന സ്വാഭാവിക ക്രമത്തെ ഹെറിങ്സിന്റെ ശമന നിയമം വിശദീകരിക്കുന്നു. അതായത് ശമനം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ക്രമം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സമഗ്ര വ്യവസ്ഥയായ ശരീരത്തിൽ രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ അതിന്റെ ശമനം സംഭവിക്കുന്ന ചില പ്രത്യേക ക്രമങ്ങളിലായിരിക്കും. ഈ സമഗ്രം എന്ന പദം നമ്മുടെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുമായിരിക്കും. സമഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചേർന്നത്. അതിന്റെ ഭൗതികവും പ്രാതിഭാസികവും ധാർമ്മികവും ജ്ഞാനീയവും ചൈതന്യപരവുമായ മുഴുവൻ ഘടനകളും അതിന്റെ സ്ഥല, കാല, രൂപ, ഭാവ, ഭവങ്ങളിൽ ഒത്തുചേരുന്നതിനെയാണ് സമഗ്രം എന്ന് പറയുക. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പിന്നെയും കുറെ ഘടകങ്ങളുണ്ട്. അപ്പോ ഇവയെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഏകസത്തയായിരിക്കുന്ന ഒന്ന്, അങ്ങനെയുള്ള ഒരു ശരീരത്തിൽ സമഗ്രസത്തയായ ശരീരം, സമഗ്ര വ്യവസ്ഥയായ ശരീരം, ആ ശരീരത്തിൽ ഒരു രോഗമുണ്ടാകുമ്പോൾ ഈ സമഗ്രത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവിടെ രോഗാവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അനുഭവിക്കുന്നത്. അതിന്റെ ശമനം സംഭവിക്കുന്നത് ചില പ്രത്യേക ക്രമത്തിലായിരിക്കും. അപ്പൊ സമഗ്രതയിൽ നിന്ന് വിട്ടുപോകുന്നതിനും തിരിച്ച് സമഗ്രതയിലേക്ക് എത്തുന്നതിനും ഒരു ക്രമമുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോകുന്നിരിക്കണം. ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ എത്തി, അവിടുന്ന് എറണാകുളത്തെത്തി, ഇങ്ങനെയാണ് തിരിച്ചു പോവുക. പോവുക എറണാകുളത്തെത്തി, അതിനുശേഷം ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഇങ്ങനെയാണ്. തിരിച്ചു വരുമ്പോ ഇതേപോലെ തന്നെ തിരിച്ചു വരണമല്ലോ. അതായത് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഇങ്ങനെയാണ് തിരിച്ചു വരിക. ഇതിനാണ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. പൂർവാവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുക. ആദ്യം തൊട്ട് മുമ്പിലുള്ള അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുക, അതിന് തൊട്ട് മുമ്പിലേക്ക് പുനഃസ്ഥാപിക്കുക. ഈ രീതിയിൽ പൂർവ്വ പുനഃസ്ഥാപനം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോ ഒരു രോഗമുണ്ടാകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബലഹീനമായിട്ടുള്ള, ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ അവയവങ്ങളിലൂടെ ആയിരിക്കും അത് രോഗപ്രകടനം ഉണ്ടാവുക. രോഗം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ആദ്യം അതിന്റെ നമുക്കറിയാം എനർവേഷൻ അല്ലെങ്കിൽ നാഡീശക്തി ശോഷണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു.
പിന്നെ വിഷസങ്കലനം ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പൊ ആദ്യമേ തന്നെ ഒരാൾക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് ഹൃദയം നിന്നു പോകില്ല. ആദ്യത്തെ ദിവസം അസുഖം വരുന്ന സമയത്ത് ഹൃദയം നിന്നു പോകില്ല. ശ്വാസകോശത്തിന് പമ്പൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകുന്നത് അതും കയ്യിലോ കാലിലോ ഏറ്റവും മേൽഭാഗത്തുള്ള ഏതെങ്കിലും ഒരു അവയവത്തിന് ചെറിയ എന്തെങ്കിലും കുറച്ച് കുരു വരും, കുറച്ച് പരു വരും, അല്ലെങ്കിൽ കുറച്ച് ഛർദി ഉണ്ടാവും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ഏറ്റവും വെളിയിലുള്ള കാര്യത്തിലാണ് രോഗം വരിക. പിന്നീട് അതിനെ തടയും തോറുമാണ് അത് അകത്തേക്കകത്ത് ഇങ്ങനെ പോവുക. ഇതേപോലെ തന്നെയാണ് ശമനം ഉണ്ടാകുമ്പോൾ ഏറ്റവും അകത്ത് നിന്ന് പുറത്തേക്ക് ആദ്യം ശമിക്കുക എന്നുള്ളത് ഏറ്റവും അകത്തുള്ളതായിരിക്കും. ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള അവയവമായിട്ട് നമ്മുടെ ശരീരം കരുതുന്നത് മസ്തിഷ്കത്തെയാണ്. മസ്തിഷ്കം ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അതിനുശേഷം പ്രാധാന്യമുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹൃദയവും ലങ്സുമാണ്. അത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഉദരം, അതിനുശേഷമാണ് പാദം. അപ്പോ അതിനൊരു പ്രാധാന്യക്രമം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ശരീരത്തിൽ എന്നുള്ളത് ഹൃദയമാണ് ശരിക്കും ശരീരപ്രവർത്തനത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഈ ശരീരപ്രവർത്തനത്തിന്റെ മർമ്മമായ ഹൃദയം അതിനേക്കാളും പ്രാധാന്യം യൗക്തികമായ ഈ സ്വിച്ചിങ് എല്ലാം നടത്തുന്ന ശിരസിനാണ് എന്നുള്ള ഒരവസ്ഥ ഉള്ളത് കൊണ്ട് ശിരസിനെ മോളിൽ കൊണ്ടുവച്ചു. ഈ വണ്ടിയുടെ എഞ്ചിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനാണ് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിരിക്കുന്നിടത്ത്. കാരണം സ്വിച്ച് ചെയ്യാൻ അതാണ് എളുപ്പം. അതിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ ഈ മൊത്തം സിസ്റ്റം നിന്ന് പോകും. അതുപോലെ മസ്തിഷ്കത്തെ മോളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് ആദ്യം തന്നെ മസ്തിഷ്കത്തിന് ഒരു അസുഖം വരില്ല. മസ്തിഷ്കത്തെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുക. അതിനുശേഷമാണ് ശരീരത്തിന്റെ മറ്റു മറ്റു ഭാഗങ്ങളെല്ലാം ബാധിക്കുക. അവസാനമാണ് ഈ മസ്തിഷ്കത്തിലേക്ക് വരിക. അതിനുശേഷമാണ് ഈ മറ്റു അവയവങ്ങളെ സൂക്ഷിച്ചിട്ടുള്ളത്. അവിടേക്കെല്ലാം അസുഖത്തുനിന്ന് വളരെ പതുക്കെയായിരിക്കും. പലപ്പോഴും നമുക്ക് സാധാരണ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ കാലെവിടെങ്കിലും തട്ടി അത് പഴുത്തു, ആ പഴുപ്പിലൂടെ കുറെ വെളിയിലേക്ക് പോയി, ചീത്ത അംശങ്ങൾ പുറത്തേക്ക് പോയി. പിന്നെ അതിനുശേഷം വേറെ എവിടെങ്കിലും ചെന്നിട്ട് കാലൊന്ന് ഇടറി, അപ്പോ അവിടെ ഒരു വീക്കം വന്നു. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന വെച്ചാൽ ഞാൻ നടന്നതിന്റെ കുഴപ്പം, ഞാൻ ചെയ്തതിന്റെ കുഴപ്പം, എന്റെ മേലെ വന്നു കയറിയതിന്റെ കുഴപ്പം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളൊരു സമഗ്ര വ്യവസ്ഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ വിസർജന പ്രക്രിയ സ്വാഭാവികമായി സംഭവിച്ചിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത വ്യവസ്ഥയായ ഉപരിവ്യവസ്ഥയായ പ്രകൃതിയെ നമുക്ക് വേണ്ടുന്ന തട്ടുമുട്ടും തന്നിട്ട് ആ കാര്യത്തെ മാനേജ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം പലപ്പോഴും അസുഖം വരുന്നത് കൈക്കും കാലിലുമായിരിക്കും. ഈ പെരിഫറൽ ആയിട്ടുള്ള ഈ ഭാഗങ്ങൾക്കായിരിക്കും വരിക. അതിനുശേഷമാണ് അവയെല്ലാം നമ്മളിപ്പോ നമുക്കൊരു മുറിവ് വന്നു ഉടനെ തന്നെ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഒരു ലേപനം പൂശി ഉടനെ അവിടെ ആ മുറിവ് കൂടി. അപ്പൊ പിന്നെ അതിന്റെ അടുത്ത കാര്യത്തിലേക്ക് പോകും. ഇവിടെ മുറിവ് വരുന്ന സമയത്ത് മുറിവ് വരുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ആ മുറിവ് വന്നത് യാദൃശ്യമായിട്ടാണ്, ആക്സിഡന്റൽ ആയിട്ടാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ സിസ്റ്റത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മുറിവ് വരുന്നതിന് കൃത്യമായിട്ട് നമ്മുടെ എലിമിനേഷൻ എന്നുള്ള പ്രോസസ്സ് അതിലൂടെ നടത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, സ്ഥലകാലങ്ങളുടെ ഒരു ക്രമമുണ്ടല്ലോ, സ്പേഷ്യൽ ടെമ്പറൽ ഡയമെൻഷൻസിന്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ച് ആണ് ഇത് വരിക. അതായത് ഒരു അസുഖം വരുന്നത് അതിനൊരു പർപ്പസോട് കൂടിയാണ്. ഒരു അസുഖം വരുന്നു, ഇപ്പൊ കാലിൽ മുറിവ് വരുന്നു എന്ന് പറയുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ മുറിവ് ഉണ്ടാവുന്നത്. നമുക്ക് അറിയാവുന്നത് മുറിവുണ്ടായി, എന്തോ ബുദ്ധിമുട്ട്, മുറിവുണ്ടായി, കഷ്ടകാലം എന്ന് നമുക്ക് പറയാം. ഈ കഷ്ടകാലം എന്നുള്ളത് നമ്മുടെ ഭാഷാപരമായിട്ടുള്ള ഐതിഹ്യപരമായിട്ടുള്ള പുരാണപരമായിട്ടുള്ള ഒരു വാക്യമാണ്. പക്ഷെ ഈ കഷ്ടകാലം എന്ന് പറയുന്ന സംഭവത്തിന്റെ ആ കഷ്ടം എന്ന് പറയുന്നത് ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ മുറിവ് വന്നിട്ടുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. അപ്പോ ഇത് ഈ വിഷയത്തിൽ അത് ചേർത്ത് വായിക്കേണ്ടതാണെന്നുള്ളതുകൊണ്ട് ഞാൻ 2 തവണ ഇത് തിരിച്ചു പറഞ്ഞത്. അപ്പോ ശരീരത്തില് ആദ്യം കാലിന് ചെറിയ പ്രശ്നങ്ങൾ വരുന്നു. അതിനുശേഷം പതുക്കെ അത് ഇടുപ്പിന്, വയറിന്, ഉദരത്തിനൊക്കെ പ്രശ്നങ്ങൾ വരുന്നു. അതിനുശേഷം അത് നെഞ്ചിലേക്ക് ബാധിക്കുന്നു. നെഞ്ച് എന്ന് പറയുമ്പോൾ ശ്വാസകോശം തുടങ്ങിയ ഭാഗങ്ങൾക്ക് ബാധിക്കുന്നു. അതിനുശേഷം മസ്തിഷ്കത്തെ ബാധിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഹൃദയത്തെ ബാധിക്കുന്നു. ഈ രീതിയിലാണ് ഇത് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും അകത്തുള്ള ഭാഗത്ത്, അതായത് ഹൃദയം, അതിന്റെ മുകളിലുള്ള അതിന്റെ തൊട്ടു വെളിയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് അവസാനമാണ് സ്കിന്നിനെ ബാധിക്കുക. ഏറ്റവും അകത്തുള്ളതിനെ ഏറ്റവും നന്നായി പ്രൊട്ടക്ട് ചെയ്യും. ഹൃദയത്തിനെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും മുകളിലല്ല ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത് അതിനെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ മുകളിലേക്ക് കരുതി വെച്ചിരിക്കുന്നു. അപ്പോൾ പിന്നീട് ഒരു അസുഖം വരിക എന്ന് പറയുന്നത്
ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ലെയറിലാണ്, ഈ സ്കിന്നിലാണ് വരിക. അതിനുശേഷം അതിനകത്തേക്ക് പോകും, പിന്നെ അതിനുശേഷം അതിനകത്തേക്ക് പോകും. ഈ ശിരസ് മുതൽ പാദം വരെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇതിനെ അത് വെർട്ടിക്കലായിട്ട് പറഞ്ഞത് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് മനസ്സിലാക്കുക. ഈ രീതിയിൽ സംഭവിക്കുന്നു. അപ്പോ ഈ ഒരു ക്രമം, അത് ശരീരം ഒരു അവയവത്തിന് നൽകുന്ന പ്രാധാന്യം എന്താണ്, ആ പ്രാധാന്യത്തിനനുസരിച്ച് അതിന്റെ സ്ഥാനം എന്താണ്, സ്ഥാനത്തിനനുസരിച്ചാണ് രോഗം വരിക. ഏറ്റവും പ്രാധാന്യമുള്ളതിന് അവസാനമേ രോഗം വരുള്ളൂ, ഏറ്റവും പ്രാധാന്യം കുറഞ്ഞതിന് ആദ്യമേ രോഗം വരും. ശമനം ഉണ്ടാകുമ്പോഴോ ഇതിന്റെ നേരെ എതിർദിശയിലായിരിക്കും വരിക. ഏറ്റവും പ്രാധാന്യം ഉള്ളതിന് ഏറ്റവും ആദ്യം ശമനം ഉണ്ടാവും. ഏറ്റവും പ്രാധാന്യമുള്ളതിനെ ശമിപ്പിച്ച് അതിനെ സെക്യൂർ ആക്കിയ ശേഷം അതിന്റെ വെളിയിലത്തെ ഭാഗത്തേക്ക് പോകും. അപ്പൊ ഈ 3 ക്രമങ്ങൾ, ഒന്ന് ടോപ്പ് ടു ബോട്ടം, ശിരസ് മുതൽ പാദം വരെ. ഏറ്റവും ആദ്യം ശിരസ് ഹീലാവും, പിന്നെ നെഞ്ച് ഹീലാവും, പിന്നെ വയറ് ഹീലാവും, പിന്നെ കാല് ഹീലാവും. ഈ ഒരു ക്രമം സൂക്ഷിക്കുന്നു, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്രമം സൂക്ഷിക്കുന്നു. രണ്ടാമത് അകംപുറം ക്രമം, ഏറ്റവും അകത്തുള്ള അവയവം, ഏറ്റവും പ്രാധാന്യമുള്ള അവയവം ഹൃദയം ഏറ്റവും ആദ്യം ഹീലാവും. അതിനുശേഷം അതിനും തൊട്ട് മുകളിലുള്ള ശ്വാസകോശം എന്നുള്ളത്, അതിനും തൊട്ടപ്പുറത്ത് ലിവർ എന്നുള്ളത്, അതിനും തൊട്ടപ്പുറത്ത് ഉദരം എന്നുള്ളത്, അതിനും തൊട്ടപ്പുറത്ത് സ്കിൻ എന്നുള്ളത്. ഈ രീതിയിലായിരിക്കും ശമനം മുൻപോട്ട് പോവുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്രമം, അപ്പോ ടോപ്പ് ടു ബോട്ടം എന്നുള്ളൊരു ക്രമം, അകത്തുനിന്നും പുറത്തോട്ട് എന്നുള്ളൊരു ക്രമം. ഇനി മൂന്നാമത്തെ ക്രമം എന്ന് വെച്ചാൽ രോഗങ്ങൾ വന്നു പോയത്, ഏറ്റവും ആദ്യം എന്തിനെ ബാധിച്ചോ, ഏറ്റവും ആദ്യം എന്ത് രോഗം വന്നോ അത് അവസാനമാണ് ഹീലാവുക. ഏറ്റവും അവസാനം വന്നതുണ്ടല്ലോ, ഇപ്പൊ രോഗം ബാധിച്ച് ഏറ്റവും ഉള്ളിലത്തെ അവയവത്തെ ബാധിക്കുന്നുണ്ടല്ലോ, ആ ഉള്ളിലെ അവയവത്തെ ബാധിക്കുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ ഏറ്റവും ആദ്യം വരും. ഏറ്റവും ആദ്യം അവ വന്നു പോകും. അതിനുശേഷം അതിന്റെ തൊട്ട് വെളിയിലുള്ളത് വരും, അതിനുശേഷം പിന്നീട് വന്നത് വരും. അപ്പോ ആദ്യം ഏറ്റവും അവസാനം വന്നത് വരും, പിന്നീട് അടിച്ചമർത്തപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരും. നമ്മൾ എന്തൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, നമ്മൾ എന്തിനെല്ലാം തല്ലിക്കെടുത്തി, ഈ സാധനങ്ങളെല്ലാം അവസാനം വന്ന് അത് മുഴുവൻ അപ്രത്യക്ഷമാവും. അങ്ങനെ മുഴുവനായിട്ടും അപ്രത്യക്ഷമായി പോകുന്ന ഈ ഒരു ഓർഡർ, ഈ 3 ഓർഡറുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമഗ്രമായ, സമ്പൂർണമായ, സ്വാഭാവികമായ ശമനമാണ്, സമ്പൂർണമായിട്ടുള്ള രോഗമുക്തിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതല്ല, ഈ വിധത്തിലല്ല, നമുക്ക് ഒരു അസുഖം വന്നു, സ്വിച്ച് ഓഫ് ചെയ്ത പോലെ നമ്മൾ അതിനെ നിർത്തിയെന്നിരിക്കട്ടെ, മനസ്സിലാക്കുക, അത് ശമനമല്ല, അത് ഹീലിംഗ് അല്ല. നമ്മൾ ഒരു അസുഖം വന്നു, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി, നമ്മൾ ഒരു 4 ദിവസം മരുന്ന് കഴിച്ചു, അത് പോയി എന്ന് പറഞ്ഞാൽ ഈ ക്രമത്തില് ശരീരം അതിനെ കൈകാര്യം ചെയ്യുന്നതിനെ നമ്മൾ തടയിട്ടു, സപ്രസ് ചെയ്തു എന്നാണ് അർത്ഥം. മനസ്സിലാക്കുക, കുറച്ച് ദിവസം സ്വാഭാവികമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ചു വരും. കാരണം ശരീരത്തിന് ശുചീകരിച്ചാൽ പറ്റും, ശരീരത്തിന് റിപ്പയർ ചെയ്തേ പറ്റൂ. ഇതിനെ അടക്കി ഒതുക്കി നിർത്താൻ കഴിയില്ല, അടക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു തോന്നൽ ഉണ്ടെന്നിരിക്കട്ടെ, അത് നമുക്ക് നമ്മുടെ യാത്രയെ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സാധനത്തെ നിർത്താനായിട്ട് മലബന്ധം ഉണ്ടാക്കുന്ന ഒരു മരുന്ന് കഴിച്ചാൽ മതി, അവിടെ നിന്നോളും. അതാണോ ശരീരത്തിന് വേണ്ടത്? അല്ല, ശരീരത്തിന് വേണ്ടത് ശരീരം ശുചീകരിക്കുക എന്നുള്ളതാണ്, ടോയ്ലറ്റിൽ പോവുക എന്നുള്ളതാണ്. അത് വീണ്ടും വരും. അപ്പോ ഈ വിധത്തിൽ ഒരു ക്രമം നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നു. ഹെറിഗിന്റെ രോഗശമന നിയമം അതിനെ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ പൂർവ്വ പുനഃസ്ഥാപന നിയമം എന്നുള്ള ഒരു നിയമം ഇവിടെ ശരീരം സൂക്ഷിക്കുന്നുണ്ട്. അതുവഴിയാണ് ശമനത്തിന് ഒരു ക്രമം നൽകുന്നത്. ഇതിന് ശമനക്രമ നിയമം എന്ന് കൂടെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോ ആ വിധത്തില് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ ക്രമത്തെ ഇതുവരെ എന്ന് വെച്ചാൽ ചെറിയ കാലം മുതൽ, നിങ്ങൾ കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് തുടങ്ങിയ രോഗങ്ങൾ മുതൽ നിങ്ങൾ ഇതുവരെ കടന്നു വന്നിട്ടുള്ള രോഗങ്ങളെ എല്ലാം ഒന്ന് നിരീക്ഷിക്കുക. ആ വിധത്തിൽ തന്നെ അത് ഒരു റിക്കവറി പ്രോസസ്സിലൂടെ അതിന് കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇല്ലെങ്കിൽ അതിന് വേണ്ടുന്ന വേദി ഒരുക്കാൻ, ഇപ്പോ ഉപവാസം പോലുള്ള പല സിസ്റ്റംസ് ഉണ്ട്, അതിന് വേദി ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമത്തിലേക്ക് നിങ്ങൾ വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരം ശുചീകരണത്തിലേക്കും സ്വാഭാവിക അവസ്ഥയിലേക്കും നീങ്ങും. ഈ ബോധ്യവുമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്കുള്ള നിരീക്ഷണം ഇന്ന് നടക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.